യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, പേര് മാറ്റി യാക്കോബിനെ രൂപാന്തരപ്പെടുത്തി ദൈവം ചരിത്രത്തിന്റെ താളിൽ ഉപയോഗിച്ചെങ്കിൽ ആ ദൈവം ഇന്ന് നമ്മുടെ ദൈവമാണെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ദൈവം എന്റെ ദൈവമായി മാറുന്നതാണ് ജീവിതത്തിന്റെ ഭാഗ്യം. നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഈ യാക്കോബിന്റെയും ദൈവമേ എന്ന് നീ 1000 പ്രാവശ്യം ഉരുവിട്ടാലും ഈ ദൈവം നിന്റെ ദൈവമായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യവുമില്ല. പറയാൻ എളുപ്പമാണ്, ഈ ദൈവത്തെ ദൈവമാക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു തെളിവ് ഞാൻ പറയാം. ഈ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമോട് പറഞ്ഞു, അബ്രഹാമേ, നീ മുഖാന്തരം സകല ജാതികളും. ഈ അബ്രഹാമിനെ ചേർത്താണ് നമ്മൾ പറയുന്നത് അബ്രഹാമിന്റെ ദൈവം. ഞാൻ ചോദിക്കട്ടെ, എന്നെ ദൈവം വിളിച്ചിട്ട് പറയാ നീ മുഖാന്തരം നിന്റെ അയലത്തെ അമ്മാമെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സ്വന്തം പറയുമോ? നമുക്കിഷ്ടം ഞാൻ മുഖാന്തരം എന്റെ മോനെ അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം എന്റെ മോനെ അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം ഒരു വീട് വെച്ച് ഞാൻ 2 വീട് വെക്കും. അതാണ് നമ്മൾ സ്വന്തം പറയുന്നത്. അബ്രഹാമിന്റെ ദൈവം ഇന്ന് തൊട്ട് അയലത്തുകാരൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കാം. അയലത്തുകാരൻ മുടിയാനിരിക്കുന്ന ഒറ്റ ഒരാളെ അബ്രഹാമിന്റെ ദൈവം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ദൈവമക്കളെ യാക്കോബിന്റെ ദൈവം എന്തുവാ? നമുക്ക് കഷ്ടകാലത്ത് യാക്കോബിനെ വിളിച്ച് ദൈവത്തെ അറിയുന്നുള്ളൂ. പക്ഷെ യാക്കോബ് പറഞ്ഞു, സഹോദര ഇങ്ങോട്ട് വാ, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ഇതൂടെ നീ എടുത്തോ. കേട്ടോ? അന്നേരം ആ യാക്കോബ് ഇരുന്ന സ്ഥലം പ്രകാശിച്ചേ ആണോ? വായിപ്പിക്കാൻ സമയമില്ല. ഇപ്പത്തെ പുസ്തകത്തിൽ അന്നേരം ആ യാക്കോബ് ഇരുന്ന സ്ഥലം പ്രകാശിച്ചു. ഇന്ന് മുതൽ രാത്രി പ്രാർത്ഥിക്കാവോ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ലേലും എന്റെ സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നതിൽ ഇന്ന് രാത്രി ഈ 3 വാക്കിന് പുരുഷപ്പെട്ടു. അബ്രഹാമിന്റെയും യാക്കോബിന്റെയും. ഇനി എന്തോ ഇസ്ഹാക്കിന്റെ ദൈവം. ഇസ്ഹാക്ക് കിണറൊഴുകിയ വെള്ളം കുടിക്കുന്നത് നാട്ടുകാരാ. കേട്ടോ? ഇസ്ഹാക്ക് ഒഴിക്കുന്നു, കുടിക്കുന്നത് പാട്ടുകാര് പരിസ്ഥിതി മണ്ണിട്ട് മൂടുക. അവരെ അനുഗ്രഹിക്കാൻ ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുക. നീ ഒഴിച്ച കിണറിനകത്ത് മണ്ണിട്ട് മൂടി, ഇതിന്റെ അയൽക്കാരെ മണ്ണിട്ട് മൂടി അവരെ അനുഗ്രഹിക്കാൻ കൈവെക്കുന്ന എത്ര പേര് ഇരിപ്പുണ്ട്? ഇന്ന് രാവിലെ അബ്രഹാമിന്റെ ദൈവം നമ്മുടെ ദൈവമാകണമെങ്കിൽ അബ്രഹാം മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഞാനും നിങ്ങളുടെ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടണം. ഞാനും നിങ്ങളുടെ മുഖാന്തരം നമ്മുടെ അയൽക്കാർ അനുഗ്രഹിക്കപ്പെടണം. അവിടെയാണ് അബ്രഹാമിന്റെ ദൈവം ജീവിക്കുന്നത്, അവിടെയാണ് ഇസ്ഹാക്കിന്റെ ദൈവം ജീവിക്കുന്നത്, അവിടെയാണ് യാക്കോബിന്റെ ദൈവം ജീവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട ദൂത ഈ രാവിലെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ ദൂതയുടെ സാമ്യം സംസാരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി ഈ സഭ ഹോളിൽ ദൈവം ചെയ്യും, ഈ പഞ്ചായത്തിൽ ദൈവം ചെയ്യും, ഈ സഭയുടെ അതിരുകളിൽ ദൈവം ചെയ്യും. ഇന്ന് രാവിലെ ദൈവം വിശ്വസ്തനാണ്. യാക്കോബിന്റെ ദൈവ സഹായമായി അവരിൽ പ്രത്യാശയുള്ള മനുഷ്യൻ അങ്ങയുടെ രക്തത്താലോ അങ്ങയുടെ വചനത്താലോ അവിടുത്തെ പരിശുദ്ധാത്മാവിനാലോ ഇന്ന് രാവിലെ ചെയ്യുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീരാൻ, ദേശത്തിന് അനുഗ്രഹമായി തീരാൻ, അനേകർക്ക് സഹായമായി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇന്ന് രാവിലെ എഴുതിക്കട്ടെ. ദൈവമഹത്വത്തിന് വേണ്ടി ഇറങ്ങട്ടെ. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ സങ്കീർത്തനക്കാരൻ ഒറ്റ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ദൈവത്തിന്റെ പ്രത്യേകത അവൻ പറഞ്ഞു, അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. ഒന്ന് യാക്കോബിന്റെ ദൈവമാണ്, അവൻ എല്ലാത്തിന്റെയും അടിസ്ഥാനമിട്ടത്. യാക്കോബിന്റെ ദൈവം എല്ലാറ്റിനും
അടിസ്ഥാനമിട്ടവൻ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവന്റെ കൈവനങ്ങളുണ്ടാക്കി. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ചില മേഖലകളിൽ ചിലതൊക്കെ ഈ നാളുകളിൽ പണിയപ്പെടാതെ എവിടേക്കോ തകർന്നു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, യാക്കോബിന്റെ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടവരാണെങ്കിൽ, യാക്കോബിന്റെ ദൈവം ആകാശത്തിന് ആകാശത്തെ വിരിച്ചവരാണെങ്കിൽ, യാക്കോബിന്റെ ദൈവം ഒറ്റ വാക്കുകൊണ്ട് സമുദ്രത്തെ നിർമ്മിച്ചവരാണെങ്കിൽ, ഇന്ന് രാവിലെ നിന്റെ പണിയപ്പെടാതെ കിടക്കുന്ന ചില തകർന്ന മേഖലകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അവൻ പണിതെടുക്കുമെന്ന് ഈ രാവിലെ ആത്മാവ് സഭയോട് ദൂത് പറയുകയാണ്. ഇന്ന് രാവിലെ ജീവിതത്തോട് ദൂത് പറയുകയാണ്. ഇന്ന് ഈ ആരോഗ്യത്തെ രക്ഷിക്കുന്ന അവൻ പിശാചുക്കളെ പൊളിച്ചവരെ ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യം കൽപ്പിച്ച് പണിയുമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഓ റബലവ ശബ്ദര യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, അങ്ങയുടെ ആത്മാവിനാൽ ഇന്ന് രാവിലെ ചില പണികൾ, ചില പുതിയ പണികൾ, ചില പുതിയ അടിസ്ഥാനങ്ങൾ ദൈവം ഇന്ന് രാവിലെ ഇടുമെന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരവും ചേർത്തടിച്ച് ഈ രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. അവൻ അടിസ്ഥാനപ്പെടുന്ന ദൈവം, അവൻ ആരംഭിക്കുന്ന ദൈവം. യാക്കോബിന്റെ ദൈവം ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലെ അവൻ സകലവും ഉണ്ടാക്കിയ ദൈവമാണെങ്കിലും ഇന്നും 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 right now അവന്റെ കരം ചിലതിനെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ കരമാണ്. Praise the Lord. ഒന്ന് വിശ്വസിക്കാമോ? കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. ഈ പകലും കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിക്കാമോ? ഈ രാവിലെ ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് രാവിലെ നീ ഒന്ന് വിശ്വസിച്ചേ. ദൈവം ആരംഭിക്കുന്ന ദൈവം. ശക്തമായ ദൈവസ്ഥാനത്തിന് കൂടുതലകത്തുണ്ട്. ഈ സഭാഹുള്ളത് ദൈവത്തിന് വയോ ദൈവത്തിന് ഒരു മഹത്വമില്ലാത്ത receive the miracle, receive the miracle, receive the wonderful anointing. ഈ രാവിലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തനങ്ങളാലും സൗഖ്യങ്ങളാലും വിടുതലുകളാലും ദൈവത്തിന്റെ നാമം ഈ സഭാഹോളത്തിൽ മഹത്വമെടുക്കട്ടെ. ഓ ശബ്ദമേന റിക്കാരമ അർത്ഥമാര രവാധര in the name of Jesus. ശൂന്യവും പാഴമായിരുന്നില്ല പുതിയവരെ പണിതെടുക്കുന്ന ദൈവം, ഉടമ്പടി മോചനത്തിൽ നിന്ന് പുതിയവരെ പണിതെടുക്കുന്ന ദൈവം, കൽക്കൂമ്പാരത്തിൽ നിന്ന് പുതിയവരെ പണിതെടുക്കുന്ന ദൈവം. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ നിങ്ങളുടെ പണിയിൽ ചിലതൊക്കെ പെൻഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് പണിയിൽ ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് ചിലത് പൂർത്തീകരിക്കപ്പെടാതെ വഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവമാണ് നിവർത്തിക്കും. There is completion. There is completion. ഇന്ന് രാവിലെ പറയട്ടെ, എന്റെ കംപ്ലീഷൻ ദൈവമല്ല, എന്റെ ദൈവം കംപ്ലീഷൻ ദൈവമാണ്. അവൻ പൂർത്തീകരണത്തിന്റെ ദൈവമാണ്, അവൻ നിവർത്തീകരണത്തിന്റെ ദൈവമാണ്, അവൻ ആരംഭിച്ചിട്ട് പോകുന്നവനല്ല. Praise the Lord. Praise the Lord. തമ്പുരാൻ ആരംഭിച്ചിട്ട് പോകുന്നവരല്ല കേട്ടോ, തമ്പുരാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നവരല്ല. അവൻ ആരംഭിച്ചാൽ നിവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ പഞ്ചായത്തിൽ ഈ കറ്റാനത്തിൽ പള്ളിക്കളി ദൈവം ആരംഭിച്ചത് ദൈവം പറഞ്ഞ് നിവർത്തിക്കും. സഭയും ഇവിടെയുള്ള മുഴുവൻ സഭകളിൽ കൂടുതലേക്കാൾ ജനത്തെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. കർത്താവേ, ചിലത് പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ, ചിലത് നടക്കുന്നില്ലല്ലോ, വർഷങ്ങളായല്ലോ. ആമേൻ. ഞാൻ വിശ്വസിക്കുക രാവിലെ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. There is some completion. ഇന്ന് രാവിലെ തലമുറയ്ക്ക് വേണ്ടി ചില ദൈവം കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് രാവിലെ പറഞ്ഞു, ഈ രാവിലെ ഏറ്റെടുത്ത്
ദൈവം ആരംഭിച്ചിട്ട് പോകുന്ന ദൈവമല്ല. യാക്കോബിന്റെ ദൈവം ആരംഭിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അവർ പറഞ്ഞതുപോലെ രാവിലെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത്, ദൈവം സംഭവിച്ച ദൈവം ചെയ്യാൻ ആഗ്രഹിക്കണം നിവർത്തിച്ചാൽ അത് അല്പമായിട്ട് കംപ്ലീറ്റ് ചെയ്യത്തില്ല, പെർഫെക്റ്റ് ആയിട്ട്. കാരണം അതിനകത്തൊരു വാചകം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിർണയിച്ചതുപോലെ. ഞാൻ പറയാം, നമ്മൾ ഒരു വീട് പണിയാൻ പ്ലാനിട്ടാൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ ഫണ്ടിനനുസരിച്ച് നമ്മൾ മാറ്റും, ഇല്ലയോ? ഇപ്പൊ ഞാൻ വീട് പണിയാം, എന്റെ ആർക്കിട്ടൊക്കെ തരുന്ന ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ ഇടയ്ക്ക് പുള്ളിയോട് പറയും, ഇതൊന്നും കാണിച്ചെന്നെ പേടിപ്പിക്കരുത്, ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല. സ്വതന്ത്രം ഞാൻ പറയട്ടെ, തമ്പുരാനെ എന്നെ ഇത് കാണിച്ചത്. തമ്പുരാൻ എന്നെ പ്രാർത്ഥന മുറി കാണിക്കാം, മോനെ നിന്റെ വീട് ഇങ്ങനാടാ, നീ പോകുന്നത് ബെൻസനാടാ എന്നൊക്കെ കാണിച്ചാൽ ഞാൻ രണ്ടാമത് പറയും. തമ്പുരാൻ പറഞ്ഞാൽ നടക്കും, ആർക്കിട്ടൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞാൽ നടക്കും. തമ്പുരാൻ നിർണയിച്ചതുപോലെ നടക്കും. അതിനായി അപ്പോസ്തലൻ ഒരു വാക്ക് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി. ഈ കൂടി ആവരിക്കണമെങ്കിൽ അതൊരു ഓർഫ്ലോ ആണ്, അല്ലേ? ശരി, നമ്മൾ അതിന്റെ മീനിങ് ഒന്ന് കറക്റ്റ് ഒന്ന് ചിന്തിച്ച്. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എന്റെ സഭ പ്രസംഗിച്ചു, സകലവും നന്മയ്ക്കായി. ഈ കൂടി ആവരിക്കണമെങ്കിൽ there is something overflow, അല്ലേ? അല്ലേ? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവന് അനുഗ്രഹം എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. അവനത് അൺലിമിറ്റഡ് ആണ്, കാരണം അതിന് ഒഴിവുകയാണ്. അത് യാവരിക്കുമല്ല പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന വെള്ളം അരഗ്ലാസുള്ള ഇതേ ഉള്ളെങ്കിൽ ഞാൻ ഇവിടെ ഒഴിച്ചാൽ ഇത് പുറകെ വരെ പോകത്തില്ല, പോവും. മാക്സിമം ഇവിടുന്ന് ഒഴുകി താഴെ വരെ വീഴും. ഷായിപ്പാസ് അടുത്ത് പോലും പോകും എനിക്ക് തോന്നില്ല. എന്നാൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒന്ന് ഒഴിച്ച് ഒന്ന് മിണ്ടെന്നേ, ഒരു 5-6 ബക്കറ്റ് ഒന്ന് കോരി ഒഴിച്ച് കുറെ പോകും. ഇനി ഒരു പമ്പ് വെച്ചൊന്ന് അടിച്ച് ഈ ഡോറ് തുറന്നു പോകത്തില്ല. ഗ്ലാസ്സിലെ വേണോ, കുപ്പിയിലെ വേണോ, ബക്കറ്റിലെ വേണോ, പമ്പ് വെച്ചടിച്ച് വേണം. ഞാൻ പറയും പമ്പ് വെച്ചടിച്ചത് വേണം. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, പമ്പ് വെച്ചടിച്ച് കടലിൽ നിന്ന് കയറ്റുന്നത് പോലെ. ഇന്ന് രാവിലെ അങ്ങനെ ദൈവം അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം അത് സംഭവിപ്പിക്കും. യാക്കോബിന്റെ ദൈവം ഒന്ന് ആകാശത്തിന്റെ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആരംഭം കുറിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവൻ ആരംഭിച്ചിട്ട് പോകുന്ന ദൈവമല്ല, അവനത് നിവർത്തിക്കുന്ന ദൈവം കൂടെ. എങ്ങനെ നിവർത്തിക്കും? നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ദൈവം നിവർത്തിക്കും. അപ്പൊ ചോദിക്കും, ദൈവത്തിന്റെ ഇഷ്ടം? ഞങ്ങളുടെ ഇഷ്ടം 5 ഏക്കർ പുറന്തോട്ടം വാങ്ങിക്കുന്നതും, കുഞ്ഞുങ്ങൾ അമേരിക്ക പോകുന്നതും, 2 ടാറ്റാ സമൂഹം വാങ്ങിക്കുന്നതും, 2 ഷുഹദ ഞങ്ങളുടെ ഇഷ്ടം. ദൈവത്തിന്റെ ഇരമ്യാവ് പറഞ്ഞു, ഇരമ്യ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. കഴിയാൻ വായിച്ചാൽ മതി, ബാക്കി വായിച്ചാൽ മതി. പൈസ ഇത് കഴിയാൻ വായിച്ചാൽ മതി. തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ലെങ്കിൽ ബാക്കിയല്ലെങ്കിൽ പോരട്ടെ, തിന്മയ്ക്കല്ലെങ്കിൽ ബാക്കിയല്ലെങ്കിൽ പോരട്ടെ. ഞാൻ പറയാം, തിന്മയ്ക്കല്ലെങ്കിൽ തിന്മയ്ക്കകത്ത് വരുന്ന ആ രോഗം, തിന്മയ്ക്കകത്ത് വരുന്ന ആ കടം, തിന്മയ്ക്കകത്ത് വരുന്ന ഭാരം, തിന്മയ്ക്കകത്ത് വരുന്ന പ്രയാസം, ഇതെല്ലാം നന്മയിലോട്ട്, നമ്മുടെ നന്മയിലോട്ട് ചാടിയതിന്റെ അർത്ഥം എന്തുവാ? ഇതെല്ലാം പോയി ഇല്ലേ? തിന്മമായി. ഇവിടെ പറയുക, ദൈവത്തിന് നിന്റെ ശുഭഭാവി വരുവാൻ. അപ്പൊ ഞാനേ ഈ ചിന്തിച്ച് ഈ മെസ്സേജിനോട് നിങ്ങൾ കണക്ട് ചെയ്തൊരു കാര്യം കേട്ടോണേ. ഈ ദൈവം
ഈ ഒരു ദിവസത്തേക്കുള്ള ഒരു ബ്ലെസ്സിംഗ് അല്ലാന്നോ? അല്ല. എന്താ പറഞ്ഞ ശുഭഭാവി വരുവാണ്. അപ്പോൾ എന്റെ ഭാവി ശുഭമാകണമെങ്കിൽ എന്റെ തലമുറയുടെ ഭാവി ശുഭമാണ്. ശരിയല്ലേ? മെൽവിൻ അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് വരുമ്പോഴാ മാതാപിതാക്കളുടെ സ്വസ്ഥത വളരുന്നത്, സന്തോഷം വളരുന്നത്. അന്നേരമാണ് അവൻ ടീച്ചറിന്റെ ഭാവി എന്തോ ആകുന്നത്, ഷുവാകുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഉറപ്പ് തന്നത് തമ്പുരാൻ മാത്രമുള്ളൂ. ഈ ഉറപ്പ് തന്നത്, ഈ പ്രോമിസ് തന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ മനുഷ്യൻ തരുന്ന പ്രോമിസ് നിന്റെ ഈ ഉള്ള ജനറേഷനിലേ ഉള്ളൂ. ഇപ്പൊ ഉള്ള ഒരു ചുറ്റുപാടിൽ അല്ലെ 5 വർഷം അല്ലെ നീ ജീവിച്ചിരിക്കുന്ന ലൈഫ് സ്പാനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ തമ്പുരാൻ അങ്ങനല്ല പറഞ്ഞേ, ശുഭഭാവി. അതിന്റെ അടിയിൽ ചേർത്ത് പറഞ്ഞു തലമുറയുടെ നന്മ, തലമുറ നന്മ. ഈ രാവിലെ ആണ് തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് ഇന്ന് രാവിലെ പറഞ്ഞു, തലമുറയുടെ നന്മ. ഇല്ല, തലമുറയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിച്ചു? തലമുറയുടെ നന്മ. അത് ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വമാണ്, ദൈവം എന്നോട് പറഞ്ഞ പ്രോമിസാണ്. ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കത്രേ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യാക്കോബിന്റെ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ആരംഭിക്കുന്നവൻ. യാക്കോബിന്റെ ദൈവം നിവർത്തിക്കുന്നവൻ, പൂർത്തീകരിക്കുന്നവൻ. എങ്ങനെ പൂർത്തീകരിക്കുന്നവൻ? അവന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം പൂർത്തീകരിക്കുന്നവൻ. 3 സമയം മുൻപോട്ട് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യം. യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. മതി. 3 യാക്കോബിന്റെ ദൈവം മനസ്സലിവുള്ള ദൈവം. യാക്കോബിന്റെ ദൈവം മനസ്സലിവുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഒരു വാക്യം മറന്നു പോകല്ലേ. യാക്കോബിന്റെ ദൈവം തന്റെ സഹായമായി പ്രത്യാശയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം. 3 യാക്കോബിന്റെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ഇന്ന് രാവിലെ ഇവിടെ വന്നതേ, നടന്നതേ, എഴുന്നേറ്റതേ, രാവിലെ കാര്യം പറഞ്ഞതേ ദൈവം മനസ്സലിച്ചത് കൊണ്ടാണ്, തമ്പുരാൻ മനസ്സലിച്ചത് കൊണ്ടാണ്, തമ്പുരാൻ ദയാണിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ്. കേട്ടോ, നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ട് എഴുന്നേറ്റതല്ല, നമ്മുടെ പാരമ്പര്യം കൊണ്ട് എഴുന്നേറ്റതല്ല, നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെയോ മെഡിസിന്റെയോ കഴിവ് കൊണ്ട് എഴുന്നേറ്റതല്ല. ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചതാ. കാരണം എന്റെ ദൈവം മനസ്സലിവുള്ള ദൈവം. യാക്കോബിന്റെ ദൈവം മനസ്സലിവുള്ള ദൈവം. ഇന്ന് രാവിലെ യാക്കോബിന്റെ ദൈവം മനസ്സലിഞ്ഞത് കൊണ്ട് ഈ രാവിലെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ദൂത് പറയാം. നാട്ടുകാരും അയൽക്കാരും മനസ്സറിഞ്ഞില്ലെങ്കിലും തമ്പുരാൻ മനസ്സറിഞ്ഞാൽ മതി. എന്റെ പൊന്നു തമ്പുരാൻ മനസ്സറിഞ്ഞാൽ മതി. കേട്ടോ, ഇവരെ ആകെ മനസ്സറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ഭാരവുമില്ല, എനിക്കൊരു പ്രയാസവുമില്ല. കാരണം എന്നോട് മനസ്സറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, യാക്കോബേ, നിന്നോട് ദൈവം മനസ്സറിഞ്ഞല്ലോ അല്ലേ? ഉടായിപ്പെല്ലാം കാണിച്ച്, ചതിയെല്ലാം കാണിച്ചതിക്കാത്തവനെ എല്ലാം ചതിച്ച് പോയ യാക്കോബിനോട് ദൈവം മനസ്സറിഞ്ഞെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ആ മനസ്സലിന്റെ ആ വലിപ്പം ഒന്ന് ആലോചിച്ച്, ജസ്റ്റ് ഇമാജിൻ. ചതിക്കാത്തവനെ എല്ലാം ചതിച്ചു കേട്ടോ, ഉടായ്പ മുഴുവൻ കാണിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞ ഭൂലോക ചട്ടത്തിത്തരമെല്ലാം കാണിച്ചു. പക്ഷെ അവന്റെ പുറകെ ഒരു വേട്ടപ്പട്ടിയെ പോലെ തമ്പുരാൻ ചെന്നു, ഒരു വേട്ടപ്പട്ടിയെ പോലെ തമ്പുരാൻ ചെന്നു. എന്നിട്ട് തമ്പുരാൻ മനസ്സറിഞ്ഞു. ഇന്ന് രാവിലെ ദൈവമക്കളെ, ദൈവം നിർണയിക്കുന്നത് പോലെ സംഭവിച്ചതിന്റെ കാരണം അറിയാമോ? നമ്മുടെ ആരുടെയും വിശുദ്ധ ജീവിതം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട്. പ്രസംഗിക്കുന്ന എന്നെ കൂടെ ചേർത്താ പറയുന്നത്, വി ആർ നോട്ട് പെർഫെക്റ്റ്,
but our God is perfect. നമ്മൾ ആമേൻ പെർഫെക്റ്റ് അല്ലെങ്കിലും ദൈവം വിശ്വസ്തനാണ് കേട്ടോ. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കൂടെയുള്ളത്. ഞാൻ പറയാം, ദൈവം നമ്മുടെ മേൽ വെച്ച പദ്ധതി തടയാൻ ആർക്കും പറ്റത്തില്ല. ഞാനൊരു ചരിത്രം തെളിയിക്കാം. ഈ ഏലിയാവ് ശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ ഏലിയാവ് രണ്ട് സാഹചര്യങ്ങളിൽ കൂടെ ഏലിയാവ് പോയി. ഒന്ന്, ഏലിയാവ് ചൂരച്ചെടിയുടെ നടുവിൽ കിടന്നിട്ട് പറഞ്ഞു, മതി കർത്താവേ, തമ്പുരാനെ മതി, ഇപ്പോൾ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ ഏലിയാവിനെ കുറിച്ച് ഏലിയാവ് പറയുക, എനിക്ക് മതി അല്ലെ, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ. സ്വാമി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏലിയാവ് പറയുക, ജീവിച്ചത് മതി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇനി നീ എന്നെ കൊന്നില്ല, ഞാൻ വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ നിൽക്കുക ഏലിയാവ്. പക്ഷെ ഏലിയാവേ, നീ നിർണയിച്ചതല്ല, ദൈവം നിന്നെ കുറിച്ച് നിർണയിച്ചത്. ഏലിയാവ് ചെറിയ മനസ്സിൽ കാണുമ്പോൾ തമ്പുരാൻ ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഒരു ദൂതനെ വിട്ടിട്ട് ഏലിയാവിന്റെ തോളൊന്ന് തട്ടിട്ട് പറഞ്ഞു, ഏലിയാവേ എഴുന്നേക്കാൻ, നീ തീരാനുള്ളവരല്ല, നീ പോകാനുള്ളവരാ. നീ തീരാനുള്ളവരല്ല, നീ പോകാനുള്ളവരാ. ദൂതൻ ആഹാരം കൊടുത്തു, തട്ടി എഴുന്നേൽപ്പിച്ചു. ആഹാവിന്റെ നേതൃത്വത്തിന് മുമ്പേ ഏലിയാവ് ഓടി. 40 പകലും കൂടി. ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ, ദൈവം എഴുന്നേൽപ്പിച്ചവന്റെ കാലിന്റെ ശക്തി ഒന്ന് ആലോചിച്ച്. രഥത്തെക്കാൾ സ്പീഡ് കേട്ടോ. രഥത്തിന് പുറകെ ഓടിയെന്നല്ല, രഥത്തിന് മുമ്പേ ഓടിയല്ല. ഇന്ന് രാവിലെ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ചില രാജാക്കന്മാരുടെ രഥത്തിന്റെ പുറകെ ഓടാനുള്ളവരല്ല, ഈ രഥത്തിന്റെ മുൻപേ ഓടാനുള്ളവരാ. നിന്നെ തകർക്കാൻ വരുന്നവരെ പുറകെ പോകാനുള്ളവരല്ല. അവൻ ഒരു മുഴം മുമ്പേ ഓടാൻ, അവൻ ഒരു മുഴം മുമ്പേ നടക്കാൻ, അവൻ ഒരു മുഴം മുമ്പേ ചലിക്കാൻ എന്റെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വരൂ. നിന്റെ അഭിഷേകവും ദൈവം തരുമെന്ന് ദൈവത്തിന് പരിശുദ്ധത പറയുന്നു. അതൊക്കെ 1 രാജാക്കന്മാരുടെ പുസ്തകം ഒന്നെടുത്താട്ടെ. അതിനവൻ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിന്റെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരില്ല ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിശമനം വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ ഒരു ആഴത്തിലൊരു ദൂത് പറയാം. യേശുവേ, നീ അവനെ ശവപ്പെട്ടിക്കകത്ത് വെക്കാതിരുന്നത് കൊണ്ട് തമ്പുരാൻ അവനെ ശവപ്പെട്ടിക്കകത്ത് ആക്കാതെ കൊണ്ടുപോയി കേട്ടോ. ഇന്ന് രാവിലെ ശത്രു നിന്നെ ശവപ്പെട്ടിക്കകത്ത് അടിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ശവപ്പെട്ടിക്കകത്താക്കാതെ, മരണം കാണാതെ, അഗ്നിരങ്ങളും വർഷങ്ങളും നിങ്ങളെ ഇറങ്ങുമല്ല. ഓ വേഗക്കാറ്റ്, നീ ഉയരത്തിലേക്ക് എടുക്കപ്പെടുമല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിനെ ശത്രുവിനെ മാറിച്ചത് ഇന്ന് രാവിലെ ദൈവസഭയോട് ഞാൻ പറയട്ടെ, നിന്നെ വിളിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ മരണം കാണാതെ ഒരു ഏലിയാവിനെ ഉയർത്തി മാറിച്ചതുപോലെ നിന്നെ ദൈവം വിടുവിക്കുമെന്ന്, ദൈവം നിന്നെ മാറിക്കുമെന്ന് ഇന്ന് രാവിലെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുക. ഏലിയാവിന്റെ പ്രാർത്ഥന അവൻ മരിക്കാൻ, ഇസ്രായേലിന്റെ പ്രാർത്ഥന അവരെ കൊല്ലാൻ. പക്ഷെ തമ്പുരാനെ ഇഷ്ടം നീ മരിക്കാനുമല്ല കൊല്ലാനുമല്ല, നിന്നെ മരണം കാണാതെ കൊണ്ടുപോകാൻ എനിക്കൊരു പദ്ധതി ഉണ്ട്. ഏലിയാവേ, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ചത് നീ മരിക്കാനല്ല, ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ചത് ഇസ്രായേലിനെ കൊല്ലാനല്ല, ഞാൻ നിന്നെ കുറിച്ച് നിർണയിച്ചത് നീ മരണം കാണാതെ എടുക്കപ്പെടാനാ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. രാവിലെ സ്തോത്രം ചെയ്യാനൊരു കാര്യം പറയാം. ശത്രു വാണിയടിക്കാൻ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്.
ശത്രു ആയിരെണ്ണം കൂട്ടുന്തോറും തമ്പുരാൻ നിന്നെ പൊക്കിക്കൊണ്ടിരിക്കും. തമ്പുരാൻ നിന്നെ പൊക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ശത്രു 1000 ആണി അടിക്കുമ്പോൾ നിന്നെ തമ്പുരാൻ 1000 അടി ഉയർത്തും. തമ്പുരാൻ ശത്രു 10,000 ആണി അടിക്കുമ്പോൾ തമ്പുരാൻ നിന്നെ 10,000 അടി ഉയർത്തും. നിന്നെ ലജ്ജിപ്പിച്ച, നിന്നെ വെല്ലുവിളിച്ച, നിന്നെ നിന്ദിച്ച ശത്രുവിന്റെ മേൽ നിന്റെ ശിരസ് ഉയരുമെന്ന്, നിന്റെ തല ഉയരുമെന്ന്, നിന്റെ കുടുംബത്തിന്റെ തല ഉയരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയുക. Praise the Lord. Praise the Lord. നിന്ദയുണ്ടോ? സ്വോത്രം പറ. പരിഹാസമുണ്ടോ? സ്വോത്രം പറ. കഴിഞ്ഞകാല ഭക്തന്മാര് പാടി പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ കൃപ നൽകുന്നൊരു ദൈവമുണ്ട്. പിന്നെ ആ പാട്ടൊന്നും കേൾക്കാനില്ല, അത് വേറെ കാര്യം. പിന്നെ ഇപ്പൊ അത് പാടാതിരിക്കുന്നോ നല്ലത്. പണ്ട് ശത്രു നിന്നിച്ചപ്പോ വീട്ടിൽ പോയി സ്വോത്രം പറയാൻ. ഇന്ന് ശത്രു എന്ന് വെച്ചാൽ വൈകിട്ട് വാട്സാപ്പിൽ കുത്തിട്ട് അവൻ കെട്ടടിക്കാവുന്ന എല്ലാം കൊണ്ടടിക്കും. സഹോദരന്മാരല്ലേ നിർത്തലകൾ നിന്നിച്ച മോനെ രാത്രി തരാൻ ഞാൻ ഡോസ്. ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുക. ഒരാൾ പറഞ്ഞ ഞാൻ വണ്ടി ഓടിക്കുക, വന്നിട്ട് ഞാൻ തരാം. പണ്ടായിരുന്നു. പണ്ട് അഭിഷിക്തന്മാർ ഇത് കേൾക്കുമ്പോ ഒരുത്തം നിന്ദിക്കുമ്പോ 2 കൈയടിച്ച് പാടി പരിഹാസം ചൊല്ലി ശത്രു അല്ലേ പാടാറ്. അന്നേരം 4 സ്വോത്രം പറ. ദൈവത്തിന് സ്വോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു നീ 100 സ്വോത്രം പറഞ്ഞ നിന്റെ ഉയർച്ച 100 ഇരട്ടിയാണ്. നിന്റെ സ്വോത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നിന്റെ ഉയർച്ചയുടെ വലിപ്പം. കേട്ടോ? നിന്റെ സ്വോത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നിന്റെ ഉയർച്ചയുടെ വലിപ്പം. തെളിവ് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആണി അടിക്കുമെന്ന് പറഞ്ഞവളെ ഉണ്ടല്ലോ, തുണിക്കകത്ത് ചുരുട്ടിക്കൂട്ടി കുഴി കൊണ്ടിടുന്നത്. ഇസബേൽ മോളെ കയറി നിർത്താൻ പറയുന്ന ഒരു തെളിവ് കൊടുത്തു. അവിടെ തലയെ കൂട്ടി താഴെ പോയി. ഇല്ല പഴുത്തോവയ്ക്കാൻ മോളിൽ താഴോട്ട് വീണ് ചിന്നി ചേർന്ന് പോലെ ഇവിടെ കാര്യം പോക്കായി. വാരാൻ പോലും ഒന്നും കിട്ടിയില്ല വാസ്തവ. ഇവിടെ തൂത്ത് വാരി ഒരു പഴഞ്ചാക്കി കെട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു. ഇവള് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി? ഉണ്ടെന്നേ മേളോട്ട് പോയത്. സ്വതന്ത്രം കുഴിയിൽ പോണോ മുകളോട്ട് പോകണം. ഇന്ന് രാവിലെ ദൈവമേ നമ്മൾ നാളെ കുഴിക്കകത്ത് പോകാനല്ല, നമ്മൾ മേലോട്ട് പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഒരു ഏരിയാവ് എടുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ അഭിഷേകമുള്ള ദൈവമേ, ഇന്ന് രാവിലെ ആത്മനിർഭർ കത്തുന്ന ദൈവമേ, നിന്റെ ദൈവം താഴോട്ട് പോകാനല്ല വിളിച്ചത്, നിന്റെ ഉയരത്തിലേക്ക് പോകാനാ ദൈവം വിളിച്ചത്. ഞാനൊരു കാര്യം പറയാം. ആരെല്ലാം കൊന്നെടുക്കാൻ വന്നാലും ഒരുത്തം വീണാൽ ലക്ഷക്കണക്കിന് എഴുതിപ്പിക്കും. നിങ്ങൾ എത്ര പേര് കടന്നിടത്തില്ല? തെലുങ്കാനയിൽ, ആന്ധ്രയിൽ കർത്താവിന്റെ ദാസൻ പ്രവീൺ ആമീൻ ഒരു രാത്രിയിൽ താൻ കൊല്ലപ്പെട്ടു. ആമീൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ശവസംസ്കാരമാണ് കേൾക്കേണ്ടത്. കിലോമീറ്ററുകൾ റോഡ് ബ്ലോക്കായി, കിലോമീറ്ററുകൾ. അതായത് കമന്റ് ഇട്ടു, ഒരുത്തൻ പോയാൽ ലക്ഷങ്ങൾ എഴുന്നേൽക്കുമെന്നാണ്. ഇന്ന് രാവിലെ ഞാൻ പറയാം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരുന്ന സുവിശേഷം, അതിന്റെ പേരാണ് യേശു. ആരെ അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരുന്നതിന്റെ പേരാണ് സുവിശേഷം. അതാണ് യേശു, ജീവിക്കുന്ന യേശു, നാസറേയനായ യേശു. ഇന്ന് രാവിലെ ആരെല്ലാം എന്നെ ഒതുക്കാൻ നോക്കിയാലും ആർക്കും ഒതുക്കാൻ പറ്റാത്തതാണ് യേശുവിന്റെ നാമം. എന്റെ ദൈവത്തിന്റെ വിടുതലിന്റെ കല, എന്റെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കല എന്റെ മേൽ നീട്ടിയിരിക്കുന്നത് കൊണ്ട് എന്റെ നന്മയെ തടയാൻ ആർക്കും കഴിയത്തില്ല. യാക്കോബിന്റെ ദൈവം ആരംഭിച്ചാലേ ഒരുത്തരം തടയാൻ പറ്റത്തില്ല. ഒരുത്തരം തടയാൻ പറ്റത്തില്ല. പറ, എന്റെ ദൈവം എനിക്ക് വെച്ച നന്മ തടയാൻ ഒരുത്തരം കഴിയത്തില്ല. എന്റെ ദൈവം എനിക്ക് വെച്ച ഉയർച്ച തടയാൻ ഒരു വ്യക്തിയും കഴിയത്തില്ല. എന്റെ ദൈവം എന്റെ തലമുറയെ ബാധിക്കുന്നത് തടയാൻ ഒരു ശക്തിയും കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കരം എന്റെ മേലിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണേ, പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടല്ലേ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ലേ?
ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിട്ടാ ചോദിച്ചേക്കുന്നത്. എന്തുവാ? രണ്ടിടത്ത് യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാ എന്ന് പറഞ്ഞേ. ഒരു വെല്ലുവിളി ചോദിച്ചു നിർത്തേക്ക. പറടാ, ഉത്തരവുണ്ടെ പറ. തന്റെ ഉണ്ടെങ്കിൽ പറ. അതിന് ഉത്തരവ് നമ്പരാ ചോദിക്കുന്നേ. ഞാൻ തുടങ്ങിയത് തടയാൻ പറ്റുമെങ്കിൽ നീ പറ. കേട്ടോ? ലോകം തുടങ്ങിയാൽ പലരും തടയും. അയൽക്കാർ തന്നാൽ തടയും, വീട്ടുകാർ തന്നാൽ തടയും. തമ്പുരാൻ തന്നാൽ തടയത്തില്ല. ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, തമ്പുരാനെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാനെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. തമ്പുരാൻ ആരെല്ലാം തലയാക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ അങ്ങനെ തന്നെ. സ്വത്രം. ഹല്ലേലൂയ. തമ്പുരാന്റെ കൈ മടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലയോ? രണ്ട് കാര്യം. ഒന്നാണ് ഇതിനെ ദുർബലമാക്കുന്നത് എന്ന് പറഞ്ഞാൽ തമ്പുരാൻ തന്ന ആ പ്രോമിസിനെ ആമി ദുർബലമാക്കാൻ പറ്റത്തില്ല. രണ്ട്, തമ്പുരാൻ നീട്ടിയ കയ്യെ ആര് വിചാരിച്ചാലും മടക്കാൻ പറ്റത്തില്ല.